വേദിയിലിരിക്കുന്ന പ്രഗത്ഭരെ, സുഹൃത്തുക്കളെ, ISMൻ്റെ നേതൃത്വത്തിൽ വളരെ അർത്ഥവത്തായ ഒരു കൂടിച്ചേരലാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായ ജനുവരി 26 നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ന് നാം കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം മതനിരപേക്ഷതയാണല്ലോ, മതേതരത്വമാണല്ലോ. ഇന്ത്യൻ ഭരണഘടന ഈ വിഷയത്തെ എങ്ങനെയാണ് പരിചരിക്കുന്നത് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഇന്ത്യയിലത്തെ മതേതരത്വം മതസഹിതമായിട്ടുള്ള മതേതരത്വത്തെയാണ് സങ്കല്പിക്കുന്നത്. അല്ലാതെ ഫ്രാൻസിലത്തേക്ക് മാതിരി മതവിരുദ്ധമായിട്ടുള്ളൊരു മതേതരത്വമല്ല. എന്തുകൊണ്ട് ഇങ്ങനെ മതസഹിതമായിട്ടുള്ള ഏത് മതത്തിൽപ്പെടുന്ന സമുദായക്കാർക്കും അവരുടെ ആശയാഭിലാഷങ്ങളും അവരുടെ തത്വസംഹിതകളും പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനുമുള്ള അവകാശമുള്ളൊരു മതേതരത്വമാണ്. മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ പൊതുരംഗത്ത് സർക്കാരിൻ്റെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെങ്കിൽ വിലക്കില്ലാത്ത തരത്തിലുള്ള ഒരു മതേതരത്വമാണ്. ഈ മതേതരത്വം നമ്മൾക്ക് കിട്ടിയത് ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ്. മതസഹിതമായിട്ട് തന്നെ വ്യത്യസ്ത സമുദായങ്ങൾ ഇവിടെ ഒന്നിച്ച് ജീവിക്കുകയും എന്നാൽ പ്രശ്നങ്ങളില്ലാതിരിക്കുകയും മതപരമായ പ്രശ്നങ്ങളില്ലാതിരിക്കും. രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, യുദ്ധങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ നമ്മളുടെ മനസ്സുകൂടി വിസമ്മതിക്കുന്നൊരു കാര്യം, ഇന്ത്യയിൽ സഹസ്രാബ്ദങ്ങളായിട്ട് ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടായിട്ടില്ല. രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും മതത്തിൻ്റെ പേരിൽ സാധാരണ ജനങ്ങൾ പോരാടുന്ന, പരസ്പരം വൈരം സൂക്ഷിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടില്ല. ഇന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതില്ലല്ലോ എന്ന്. കാരണം ഇന്ത്യയുടെ ചരിത്രം തന്നെ ഹിന്ദു മുസ്ലിം സംഘർഷത്തിൻ്റെ ചരിത്രമാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു കൂട്ടരിപ്പ ശ്രമിക്കുന്നു. ഇതിൻ്റെ മുമ്പ് ശ്രമിച്ചവരാരാ? നമ്മളെ 200 കൊല്ലം ഭരിച്ച് മുടിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ്. അവർക്ക് സാമ്രാജ്യത്വത്തിന് അതേ നിവൃത്തിയുള്ളൂ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു 3000-ഓളം വെള്ള ശരീരങ്ങളാണ് കപ്പൽ കയറിപ്പോയത്. നമ്മൾ ആലോചിക്കണം. ഇവിടെ കോടിക്കണക്കിൽ ആൾക്കാരെ ഈ 3000 വെള്ള ശരീരങ്ങൾക്ക് ഭരിക്കണമെങ്കിൽ നമ്മളെ പരസ്പരം വിഭജിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഡിവൈഡ് ആൻഡ് റൂൾ ആയിരുന്നു അവരുടെ എല്ലാ സ്ഥലത്തും സാമ്രാജ്യത്വത്തിൻ്റെ പ്രധാന ഉപകരണം, ആയുധങ്ങളെക്കാൾ കൂടുതലായിട്ട്. അതിനവരെന്താ ചെയ്തത്? ഇവിടുത്തെ പ്രബല സമുദായങ്ങളെ തമ്മിൽ തെറ്റിച്ചു. തൽക്കാലം തെറ്റിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ പണ്ടേ നിങ്ങൾ അപ്പന്മാരും നിങ്ങൾ ഉപ്പമാരും ഒക്കെ തമ്മിൽ തെറ്റായിരുന്നു എന്ന തെറ്റായ ചരിത്രമറിവ് ഉണ്ടാക്കി എന്നതാണ്. ഇന്നും സാമ്രാജ്യത്വമാണ്. നമ്മളിപ്പോൾ വിചാരിക്കും നമ്മൾ ഈ പുറമേ നിന്നിട്ട് ആരോ വന്നിട്ടാണ് ഇങ്ങനെ ഈ വിഭജനവും ഫാസിസവും ഒക്കെ ഉണ്ടാക്കുന്നത്. സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല ഇപ്പോഴത്തെ അധികാരികൾ പുതിയ സാമ്രാജ്യത്വമായ കോർപ്പറേറ്റുകളായിട്ടുള്ള വലിയ ചങ്ങാത്തം. കോർപ്പറേറ്റുകളാണ് ഇവരുടെ സ്വന്തം ആൾക്കാർ. അപ്പോൾ ഇന്ത്യയുടെ ദേശീയതയ്ക്ക് വേണ്ടിയും ഹൈന്ദവതയ്ക്ക് വേണ്ടിയും ആണ് ഞങ്ങൾ പ്രവർത്തിക്കുന്ന എന്ന് പറയുന്നവർ സത്യത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ മക്കളാണവർ. ബ്രിട്ടീഷുകാർ പ്രചരിപ്പിച്ച അതേ കാര്യമാണ് ഇപ്പോൾ അതിലും നീചമായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ഒന്നിച്ചു പോവുകയില്ല, അവർ അടിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടിപ്പിച്ചുകൊണ്ട് ഭരണം കയ്യിലെടുക്കലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ മതം ഒരു വലിയ വിഷയമാണല്ലോ ഇതിൻ്റെ അകത്ത്. സത്യത്തിൽ ഇവിടെ പല പ്രസ്താവനകളും നടത്തിക്കഴിഞ്ഞു. മതത്തിൻ്റെ മൂല്യങ്ങൾ, കോർ വാല്യൂസിൻ്റെ അകത്ത്
അത്യന്തം ജനാധിപത്യപരവും വിപ്ലവാത്മകവുമായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. കാറൽ മാർക്സ് അടക്കം സംഭവിച്ചിട്ടുള്ള കാര്യം. മെയിൻ സ്ട്രീം വെസ്റ്റേൺ മോഡേണിറ്റിയുടെ പല കാര്യങ്ങളും ഉൾക്കൊണ്ട ആളായിരുന്നു കാറൽ മാർക്സ്. ഒടുക്കം മെയിൻ സ്ട്രീം വെസ്റ്റേൺ മോഡേണിറ്റിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് വിമോചിതനാവാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് മാർക്സ്. മാർക്സ് പറഞ്ഞിട്ടത്, മതത്തെപ്പറ്റി പറഞ്ഞതിൽ, ഹൃദയശൂന്യമായ ഒരു ലോകത്തുള്ള വലിയ ഹൃദയത്തിൻ്റെ സാന്നിധ്യമാണ്, സമാശ്വാസത്തിൻ്റെ സാന്നിധ്യമാണ്, അത് കറുപ്പാണ്. കറുപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ അന്ന് വേദനാസംഹാരിയായിട്ടുള്ള ഔഷധമാണ്. മയക്കുമരുന്ന് അടിക്കുന്ന നമ്മളുടെ അർത്ഥമല്ല അതിനുള്ളത്. അപ്പം ഞാൻ പറയുന്നത് എല്ലാ റിലീജിയൻ്റെ അകത്തും അടിസ്ഥാനപരമായിട്ട് ഒരു വിപ്ലവാത്മകതയും മൂല്യവുമുണ്ട് എന്ന കാര്യം. ഈ മതങ്ങളെയെല്ലാം ചരിത്രമെടുത്തു നോക്കുകയാണെങ്കിൽ സാമ്രാജ്യത്വമാണ് ഈ മതങ്ങളെ പരസ്പരം അടുപ്പിക്കേണ്ടത്. ഈ സാമുവൽ ഹണ്ടിങ്ടൺമാരുണ്ടല്ലോ, എല്ലാ മതങ്ങളും ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്നൊക്കെ ഒരു ഭംഗിവാക്ക് പറയാണ്, ക്ലാഷ് ഓഫ് റിലീജിയൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാഷ് ഓഫ് റിലീജിയന് മതവിശ്വാസികളാണ് ഇവിടെ അധികം ആൾക്കാരും ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഭാഷയിൽ പറയുന്നത്. ക്ലാഷ് ഓഫ് റിലീജിയന് മതത്തിൻ്റെ തിയോളജിക്കലായിട്ട്, മതത്തിൻ്റെ തത്വശാസ്ത്രപരമായിട്ട് തന്നെ, ദൈവശാസ്ത്രപരമായിട്ട് തന്നെ നിലനിൽപ്പില്ല. ഇവിടെ നബീനെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് പിന്നെ നബി എത്രത്തോളം വർഗീയ വിരുദ്ധനായിരുന്നു, എത്രത്തോളം മറ്റു വിശ്വാസങ്ങളെ അംഗീകരിക്കുന്നവനായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇത് മതവിശ്വാസത്തിൻ്റെ അകത്തുള്ള ചില മൂല്യങ്ങളാണ്. ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ അകത്തിന് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പല മുസ്ലിങ്ങൾക്ക് അടക്കമുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മോമിനി ഉണ്ടാക്കിയിട്ടുള്ളൊരു മതമാണെന്ന വിചാരം. ഇസ്ലാം ആദ്യമേ ഉള്ളതാണ്, ഇത് ആദ്യമേ പ്രവചിക്കപ്പെട്ടതാണ്. ഇതിൽ ജീർണതകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി 1.25 ലക്ഷത്തോളം പ്രവാചകരുണ്ടായി എന്ന മതപരമായൊരു തുടർച്ചയുടെ ഒരു ഏകത്വത്തിൻ്റെ സന്ദേശം അതിൻ്റെ അകത്തുണ്ട്, ഇസ്ലാമിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് അൽ-ബഖറ സൂറത്തിലൊക്കെ പറയുന്നത്, ഇതിൻ്റെ മുമ്പെയുള്ള വേദഗ്രന്ഥങ്ങളെയും പ്രവാചകരെയും എന്നെ പോലെ ഒന്ന് താഴ്ന്നു നിന്നിട്ടല്ല, അതേപോലെ അംഗീകരിക്കും, ബഹുമാനിക്കണം എന്ന് പറയുമ്പം ഒരു ഏകത്വത്തിൻ്റെതായിട്ടുള്ളൊരു അംശമുണ്ട്. കാരണം മതം ധാർമ്മികതയാണ് അഭിസംബോധനയെങ്കിൽ ആ ഏകത്വം അനിവാര്യമായിട്ടുള്ളത്. ഹൈന്ദവതയിൽ നോക്കൂ, ഓരോ സമയത്തും സംഭവാമി യുഗേ യുഗേ, ഓരോ സമയത്തും കാലം മോശാവുന്ന സമയത്ത് പുതിയ ദൈവദൂതരുണ്ടാകുന്നു, ഓരോ അവതാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാലും ഈ ഹൈന്ദവമായിട്ടുള്ള ചിന്താഗതിയും ഇസ്ലാമും തമ്മിൽ തിയോളജിക്കലായിട്ട് ധാരാളം അടുപ്പമുള്ളതാണ്. ഇപ്പം നമ്മൾ പുതിയ കുട്ടികളൊക്കെ ഒന്നും ഇതൊന്നും അറിയില്ല. ഇതെന്തോ കീരിയും പാമ്പും പോലെയുള്ള 2 ഐഡിയോളജികളാണെന്നാണ് വിചാരം. ഇവിടെ പിന്നെ വിഷയാവതാരകൻ ഗീതയെ പറ്റി പറഞ്ഞല്ലോ, ഗീത ആൻഡ് ഖുറാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡോക്ടർ മുഹമ്മദ് ഖാൻ ദുരാനിയുടെ ഒരു പുസ്തകമുണ്ട്. അത് വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വിശുദ്ധ ഖുറാനിലെയും ഭഗവത്ഗീതയിലെയും വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് അത് തമ്മിൽ അത്ഭുതകരമായ സാമ്യമാണ് പറയുന്നത്. ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് 2 ആൾക്കാർ 2 ഭാഗത്തിരുന്ന് എഴുതിയ മാതിരിയുള്ളതാണ്. ഇത് മതപരമായ സങ്കല്പമാണ്. ദൈവദൂതരെല്ലാം ഒരേ പ്രപഞ്ചശക്തിയിൽ നിന്നാണ് വരുന്നെങ്കിൽ അവർക്ക് മാറ്റി മാറ്റി പറയാൻ പറ്റില്ല. ദി ലൈറ്റ് ഓഫ് ലൈറ്റ് എന്നത് ഖുറാനിലും പിന്നെ ഗീതയിലും ഒരേ മാതിരിയുള്ളതാണ്. ദൈവം എല്ലാ ദിശകളിലേക്കും തിരിഞ്ഞെടുക്കുന്നു എന്നാണ് ബൈബിളും, അല്ല ബൈബിൾ എന്ന് പറയുന്നത്, അല്ല ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റില്ല. എല്ലാം ഒന്നാണെങ്കിൽ എല്ലാം അടിസ്ഥാനപരമായ ഒരു ഏകത്വത്തിലേക്കാണ് നയിക്കുന്നെങ്കിൽ നവംബറിൽ ശരിക്കും സത്യം പറഞ്ഞായിരിക്കും ഇടയ്ക്ക്. പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ ഈ പുരോഹിതന്മാർ പല മാനിപ്പുലേഷൻസും നടത്തുന്നത് വേറെ വിഷയമാണ്. ഖുറാനിൽ എന്താ പറഞ്ഞത്? ദൈവം കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയുമാണ്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? കാര്യമായിട്ട് ഒരു വ്യത്യാസമില്ല. താത്വികമായിട്ട് ഒന്നായിട്ടുള്ള കാര്യമാണ്. 2ഉം അവതരിക്കപ്പെട്ടതോ അധർമ്മം കൊടികുത്തി വാഴുന്ന സമയത്താണ് 2ഉം അവതരിക്കപ്പെട്ടത്. ഇങ്ങനെ വിശുദ്ധ ഖുറാനും ഗീതയും തമ്മിലുള്ള സാമ്യങ്ങൾ, ഇതൊക്കെ മതവിശ്വാസികൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ്.
ഇതൊന്നും നമ്മൾ കാണാൻ മനസ്സിലാക്കാതെ, ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഉള്ള ഒരു തമ്മിൽ തൽക്കാലമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മതേതരത്വത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു പോകും. വർഗീയത വരികയാണെങ്കിൽ വർഗീയതയെ ചെറുക്കേണ്ടത് വിശ്വാസികളാണ്, പ്രധാനമായിട്ടും വിശ്വാസികളുടെ ഉത്തരവാദിത്തം. കാരണം നീ വർഗീയവാദിയായി കഴിഞ്ഞാൽ നിനക്ക് മതത്തിൽ സ്ഥാനമില്ല എന്നതാണ് പ്രശ്നം. ഹൈന്ദവതയും അത് തന്നെയാണ് പറയുന്നത്. ഹൈന്ദവതയിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകം വരുന്നതിനെ പറ്റിയിട്ട് വളരെ കൃത്യമായ സൂചനകളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളത്. മാത്രമല്ല, ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇസ്ലാം അതിലെ ന്യൂനപക്ഷങ്ങളോട് പെരുമാറേണ്ടത് എന്നതിനെപ്പറ്റി ഇവിടെ അവതാരികൻ പറഞ്ഞല്ലോ. ഇവിടെ രാമൻ്റെ പേര് പറഞ്ഞിട്ടാണല്ലോ മേക്കെട്ട് കയറുന്നത്, ഇവിടെ ന്യൂനപക്ഷത്തിൻ്റെ മേക്കെട്ട് കയറുന്നത്. രാമൻ എന്താ, രാമൻ്റെ കഥ എന്താ? രാമൻ തൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടിയിട്ട്, ട്രസ്റ്റ്, അതാണ് പ്രധാനം. വാക്ക് പറഞ്ഞാൽ മാറില്ല. അത് ഹൈന്ദവതയിലും അങ്ങനെ അറിയാതെ പറഞ്ഞുപോയ വാക്കാണെങ്കിലും അതിനുവേണ്ടി രാജ്യം ത്യജിക്കുക, ജീവിതം മുഴുവൻ വിവാഹം കഴിക്കാതിരിക്കുക. കാരണം വാക്ക് വളരെ പ്രധാനമാണ്. കാരണം മനുഷ്യനെ മനുഷ്യനാക്കിയത് മർത്യഭാഷയാണ്. വാക്ക് തെറ്റിക്കുക, കളവ് പറയാന്നുള്ള പരിപാടിയില്ല. നബിയോ വിശ്വസ്തൻ അല്ലമീൻ എന്നറിയപ്പെടാൻ കാരണം എന്താ? വിലയാണ്, വിശ്വസ്തതയാണ്, വാക്കിനോടുള്ള പ്രതിബദ്ധതയാണ്. ഇന്നത്തെ കാലം എങ്ങനെ മുടിയുന്നത് എന്താ? ലാംഗ്വേജ് കള്ളം പറയാൻ ഉപയോഗിക്കാൻ. അതിനാണ് നമ്മളെ ഭംഗിയുള്ള വാക്ക്. സത്യാനന്തര കാലം കള്ളത്തരം പറയാൻ വാക്ക്. ഭാഷ എന്ന് മുതൽ നിങ്ങൾ കള്ളത്തരം പറയാൻ ഉപയോഗിക്കുന്നു അവിടെ ജീർണത വരുന്നു എന്നാണ്. ഞാൻ രാമനെ പറ്റിയാണല്ലോ പറഞ്ഞത്. രാമൻ അച്ഛൻ്റെ വാക്ക് നിർവഹിക്കാൻ വേണ്ടിയിട്ട് രാജ്യമൊക്കെ വിട്ടിട്ട് വനവാസത്തിന് പോയി. ഭരതൻ വിഷമിച്ച് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവിടെ ചെന്ന സമയത്ത് കണ്ട ഉടനെ രാമൻ ചോദിച്ചത് ചാർവാകന്മാർക്ക് സുഖമാണോ ചോദിച്ചത്. ചാർവാകന്മാരെന്നാ അന്ന് 1% പോലുമില്ല നാസ്തികരായിട്ടുള്ളവർ. ന്യൂനപക്ഷത്തിൻ്റെ സുഖവിവരം ആദ്യം ചോദിച്ചിട്ടുള്ള രാമൻ അത്രയ്ക്ക് ജനാധിപത്യവാദിയായിരുന്നു. ആ രാമൻ്റെ പേരിൽ പറഞ്ഞിട്ടാണ് ഇവിടെ ന്യൂനപക്ഷങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇവർ ശരിക്കും ആരുടെ ശത്രുവാ? ന്യൂനപക്ഷങ്ങളെ ശത്രുവല്ല. അവർ ഈ ചെയ്യുന്നവർ ശരിയായ ഹൈന്ദവതയുടെ ശത്രുക്കളാണെന്നുള്ളതാണ്. ഇത് ഹിന്ദുമത വിശ്വാസികൾ മനസ്സിലാക്കണം. ഇത് വിചാരിക്കുന്നത് ഹിന്ദുക്കളല്ലേ പറയേണ്ടത് വിചാരിക്കും. മുസ്ലിങ്ങൾക്കൊന്ന് പറയാൻ അധികാരമുണ്ട്. നിങ്ങളുടെ മതത്തെ നിങ്ങളൊന്ന് സംരക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ മതി ഈ വർഗീയവാദികളോട്. അത് ഇസ്ലാമിലെ ഭീകരവാദികളോട് നമുക്ക് അതാ പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മതത്തെ സംരക്ഷിക്കൂ. നബി എങ്ങനെ പെരുമാറിയത് അബൂതാലിബിനോട്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അബൂതാലിബിനെ പറ്റി പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. ചില വീക്ഷണപ്രകാരം അബൂതാലിബ് അത്ര കാരുണ്യത്തോടു കൂടി എല്ലാ നബിയോട് പെരുമാറിയെന്നുള്ള അഭിപ്രായപ്പെടുന്നവരുണ്ട്. എല്ലാം സംരക്ഷിക്കൊക്കെ ചെയ്താലും ചില കാര്യങ്ങളിൽ, എന്നാൽ അതെന്തോ ആവട്ടെ, അത് കുറച്ച് ഡിസ്പ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയയാണ്. പക്ഷെ അദ്ദേഹം അവസാനം വരെ നബിയുടെ വിശ്വാസത്തിലേക്ക് വന്നില്ല. അങ്ങനെയുള്ള അബൂതാലിബ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് നബി ചെയ്തിട്ടുള്ള കാര്യം, സത്യവിശ്വാസി അല്ലാത്ത ഒരാൾ നരകത്തിൽ പോകുമല്ലോ എന്നതിൻ്റെ പേരിൽ തൻ്റെ പിതൃവ്യൻ നരകത്തിൽ പോകുന്ന അദ്ദേഹത്തിന് താങ്ങാൻ വയ്യ, സത്യവിശ്വാസി അല്ലെങ്കിൽ കൂടി. അപ്പോൾ ദൈവദൂതൻ തൊട്ട ശരീരം നരകത്തിൽ പോവില്ല എന്ന വിശ്വാസത്തിൻ്റെ പേരിൽ അബൂതാലിബിൻ്റെ ശരീരം മുഴുവൻ തടവി നടക്കുന്ന കരുണാമയനായിട്ടുള്ള നബിയുടെ ചിത്രമാണ് നമുക്ക് കാണുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നബിയുടെ കഥ മുഴുവൻ ഉള്ളതാണ്. ആ സമയത്ത് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്, താൻ അയച്ച തൻ്റെ ദൂതൻ്റെ കാരുണ്യം കണ്ടിട്ട് പ്രപഞ്ചേശ്വരൻ തന്നെ കണ്ണിൽ വെള്ളം നിറഞ്ഞു എന്നവർ. ഞാൻ അയച്ച ദൂതൻ്റെ കാരുണ്യം കണ്ടിട്ട് സർവശക്തനായിട്ടുള്ള ദൈവം തന്നെ പ്രകൃതിയിൽ കൂടെ കരഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാരുണ്യത്തിൻ്റെ പാഠങ്ങളാണ് നമുക്ക് നമ്മളുടെ മുന്നിലായിട്ടുള്ളത്. അതല്ലേ ശ്രീനാരായണ ഗുരുവാണ് ഹൈന്ദവതയുടെ മഹാഗുരുവായിട്ട് കാണുന്ന ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞല്ലോ. അടിസ്ഥാനപരമായിട്ട് ഒരു മതം എന്ന് പറയുന്നതിൽ ഇസ്ലാമികമായിട്ട് ശരിയാണ്.
ഒരൊറ്റ മതമേ പ്രവചിക്കപ്പെട്ടുള്ളെങ്കിൽ അതിന് തിരുത്തലുകൾ ഉണ്ടാവും. മാത്രമല്ല, മതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ഡെമോക്രാറ്റിക് ആയിട്ട്, നമ്മൾ പലപ്പോഴും പറയും ഡെമോക്രസി ഇതൊക്കെ ഈ പഹമാർ കൊണ്ടുവന്ന് നമുക്ക് തന്നതാണ്. നമ്മളെ ഭരിച്ച് 200 കൊല്ലം മുടിച്ചൊരു തന്നൊന്നുമല്ല ഡെമോക്രസി. ഇന്ത്യക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ജനാധിപത്യ സങ്കല്പമുണ്ട്. അത് ഇവർ വഷളാക്കാൻ നോക്കുന്ന ഈ സങ്കല്പമല്ല. ആ സങ്കല്പത്തിൻ്റെ അകത്ത് ഒരു അഭേദബോധത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് രണ്ടാമത്തെ ഭാഗ്യം നമ്മൾ പറയാറുള്ളൂ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അതിനൊരു പ്രീ കണ്ടീഷൻ ഉണ്ട്. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപമാണ്. ഞാനും നീയും ഒരൊറ്റ ശക്തിയുടെ സൃഷ്ടിയാണെന്ന ബോധ്യമുണ്ടാവുമ്പോഴേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നിങ്ങളങ്ങോട്ട് സ്നേഹിച്ചോളിന്ന് കുട്ടികളോട് പറഞ്ഞാലൊന്നും അങ്ങ് സ്നേഹിക്കാൻ പറ്റില്ല. ആദ്യം ഈ അഭേദബോധം ഉണ്ടാകണം. അപ്പോൾ പറയും ഹൈന്ദവതയിൽ അദ്വൈതമാണോ, പിന്നെ ഇസ്ലാമിൽ ദ്വൈതമല്ലേ, ഇതൊക്കെ തർക്ക വിഷയം. ഈ പണ്ഡിതന്മാർ പിന്നെയും ഈ വിഭജനങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുക കേട്ടോ. ഇന്ന് ഇതൊന്നും ആത്യന്തികമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടും ഇസ്ലാമിൻ്റെ അകത്തും അദ്വൈതത്തിൻ്റെ ചില ഇൻ്റർപ്രിട്ടേഷൻസ് വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്ന സാധനമുണ്ട്. മാത്രമല്ല, ശങ്കരാചാര്യർ അദ്വൈതത്തിൻ്റെ ഏറ്റവും വലിയ ആളായിരുന്നു. ആര്? എഴുത്തച്ഛൻ, തുഞ്ചത്ത് എഴുത്തച്ഛൻ. എന്നാൽ തുഞ്ചത്ത് ദ്വൈതമായിട്ട് കണ്ടിട്ട് ദൈവത്തെ സങ്കല്പിച്ചിട്ട് സാക്ഷാത്കാരം നേടിയിട്ടുള്ള ആളും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കതിർവരമ്പുകൾ വളരെ തർക്കിക്കാൻ വേണ്ടിയിട്ട് അക്കാദമികമായിട്ടുള്ള ഈ തർക്കം, ഈ ഏജ് ഓഫ് റീസൺ വന്നല്ലോ, അപ്പോഴാണ് ഈ തർക്കം തുടങ്ങിയത്, യുക്തി വെച്ചിട്ട് തർക്കിക്കൽ. അപ്പോൾ ഈ തർക്കം കൊണ്ടാണ് മതങ്ങളെല്ലാം തർക്കിച്ച് കഷ്ണാക്കുകയും പിറ്റേ തമ്മിലടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഉപരിയായിട്ട് നമുക്ക് തമ്മിൽ അടിക്കാനല്ല, ഐക്യപ്പെടാനാണ് മതം വഴികൾ തുറന്നു വിടുന്നത്. അപ്പം അതിനെതിരായി പ്രവർത്തിക്കുന്നവരെ മതവിരുദ്ധരായി കാണുകയും അവരെ നേരിടാൻ വിശ്വാസികൾ ഇറങ്ങി വരികയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ മതം വെച്ച് കളിച്ചിട്ട് വർഗീയത ഉണ്ടാക്കുന്ന പരിപാടി ഇല്ലാതെയോ. സാമ്രാജ്യത്വമാണ് ഇവിടെ അവതാരകൻ ഒരു സൂചന തന്നു. സാമ്രാജ്യത്വത്തിൻ്റെ ഗർഭത്തിലാണ് ഫാസിസം ഉണ്ടായിട്ടുള്ളത്. സാമ്രാജ്യത്തിൻ്റെ ഓമനപുത്രനാണ് ഫാസിസം എന്ന് പറയുന്നത്. ഫാസിസം എന്ന് പറഞ്ഞാൽ വർഗീയതയും കൂടിയും കുറച്ചും കൂടിയും ഒരു ഡോസ് കൂടിയിട്ടുള്ള സാധനമാണ് ഫാസിസം എന്ന് പറയുന്നത്. ഫാസിസം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് വ്യത്യസ്തമായതിനോടൊക്കെ വെറുപ്പ് തോന്നുന്നതിനെയാണ് ഫാസിസം എന്ന് പറയുക. ഇത് മനുഷ്യൻ്റെ ജന്മസിദ്ധമായ വാസനയ്ക്കെതിരാണെന്ന് മനസ്സിലാക്കണം. സാധാരണ മനുഷ്യൻ്റെ നിർമ്മിതി തന്നിൽ നിന്ന് വ്യത്യസ്തമായതിനോട് സ്നേഹവും ആകർഷണവുമാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീയോട് പുരുഷന് സ്നേഹം തോന്നുന്നത്? പുരുഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയെ സ്നേഹിക്കലാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചോദന എന്ന് പറയുന്നത്. ഇതിനെ മാറ്റിയത് പണ്ട് ഹുയാങ് സാങ്ങും ഫാഹിയാനൊക്കെ ഇന്ത്യയിൽ വന്ന സമയത്ത്, ഈ സാമ്രാജ്യത്വം വരുന്നതിൻ്റെ മുമ്പേ മറ്റു രാജ്യക്കാർ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്തമായ ആചാരങ്ങളും എല്ലാം കാര്യങ്ങളും അവർ വളരെ കൗതുകത്തോടു കൂടിയാണ് കണ്ടത്, സ്നേഹത്തോടു കൂടിയാണ് കണ്ടത്. സാമ്രാജ്യത്വം വന്ന സമയത്ത് ഇപ്പോൾ പറയും, ഇതാ ബ്രിട്ടീഷുകാർ വന്ന പോലെ തന്നെയാണ് മുഗളന്മാർ വന്നതെന്ന് പറഞ്ഞിട്ട് ഒരു നിരപ്പാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇന്ന് അങ്ങനെയല്ല എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ വന്നത് സാമ്രാജ്യത്വ പ്രത്യയശാസ്ത്രം, വെസ്റ്റേൺ മോഡേണിറ്റി ഉണ്ടായത് ഉടലെടുത്തതിന് ശേഷം വരുന്നത്. മറ്റവരൊക്കെ വരുന്നത് ഇവിടെ വന്നിട്ട് അവർ പിടുത്തുകാരാവുകയാണ്. സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് സമ്പത്ത് ചോർത്തിയെടുക്കുക, സൈഫൺ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോവാണ്. ശശി തരൂരിൻ്റെ പുസ്തകം ഉണ്ടല്ലോ, എ നറ ഓഫ് ഡാർക്ക്നെസ്, ദി ഇമ്പീരിയൽ റൂൾ ഇൻ ഇന്ത്യ എന്നത് വെച്ച് നോക്കുന്ന സമയത്ത് സാമ്രാജ്യത്വം അങ്ങനെയാണ്. ഇവിടുന്ന് ചോർത്തിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഉള്ളതിനെ ചൂഷണം ചെയ്യാനാണ് വരുന്നത്. അതേ സമയത്ത് മുഗളന്മാരൊക്കെ ഇവിടെ വന്നിട്ട് പിടുത്തുകാരായിട്ട് ജീവിക്കുക ചെയ്ത്. അതുകൊണ്ടാണല്ലോ ഉപനിഷത്തും വേദവും ഒക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അക്ബറും പിന്നെ ദാരാഷുക്കവും പോലെയുള്ള ആൾക്കാർ മുൻകൈ എടുക്കാൻ കാരണം. മാത്രമല്ല മുഗൾ ഭരണകാലത്ത്
ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം ഫ്രാൻസിലെ ഉദ്യോഗസ്ഥനെക്കാട്ടിലും കൂടുതൽ. അത്രയ്ക്ക് സമ്പന്നമായൊരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. അപ്പം സാമ്രാജ്യത്വം അങ്ങോട്ട് പോയിട്ട് 200 കൊല്ലം കൊണ്ട് നമ്മളെ ഭരിച്ച് മുടിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ പ്രധാന സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുക എന്നൊരു കൊടും പാപവും ചെയ്തു. അവർ പോയി കഴിഞ്ഞിട്ടും നമുക്ക് അവരോട് ഇംഗ്ലീഷുകാരനോട് വിദ്വേഷമൊന്നുമില്ല, ആ പ്രത്യയശാസ്ത്രത്തിനോട് മാത്രമേ ഉള്ളൂ. അവർ പോയിട്ടും ഇത് ചുമക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ഇത് ചുമന്നുകൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ഹൃദയത്തിൽ തട്ടി ഇന്ത്യയിലെ ജനങ്ങൾ ഈ വർഗീയവാദികളോട്, ഫാസിസ്റ്റുകളോട് ചോദിക്കേണ്ട കാര്യമാണ്. യേശു പറയുന്നില്ലേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയുന്നില്ല. ഇവരെന്താ ചെയ്യുന്നത്? ഇവരിയ്ക്കുന്ന കൊമ്പ് മുറിച്ചിട്ട് അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കുമുള്ള ജീവിതം കൂടി തുളം തൂണ്ടുകയാണ് വർഗീയവാദികളും ഫാസിസ്റ്റുകളും ചെയ്യുന്നത്. അതേപോലെ ഏത് മതത്തിൻ്റെ പേരിലും ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വർജ്യമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. തീവ്രവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം തന്നെ സന്തുലനത്തിൻ്റെ മതമാണ്, ഒരു മോഡറേഷൻ്റെ മതമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, ഇസ്ലാം സന്തുലനത്തിൻ്റെ മതമാകാൻ കാരണം ഇസ്ലാം പ്രകൃതി നിയമങ്ങളെ അനുസരിക്കുന്നു എന്ന് പറയാണ്ട്. പ്രകൃതിയിൽ മനുഷ്യൻ്റെ നിർമ്മിതത തന്നെ സന്തുലിതമാണ്. ഒരു എക്സ്ട്രീമിലേക്ക് മനുഷ്യ പോകാൻ പറ്റില്ല. ചൂട് കൂടി കഴിഞ്ഞാൽ പണി പൂട്ടിപ്പോവും, തണുപ്പ് കൂടിയാലും പണി പൂട്ടിപ്പോവും. നമ്മളിങ്ങനെ മോഡറേഷനാണ് ഉള്ളത്. അത് തന്നെയാണ് എല്ലാ മതങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടൊരു മോഡറേഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു സന്തുലിതാവസ്ഥയുണ്ട്. അപ്പോൾ ഏതിലും എക്സ്ട്രീമിസം എന്ന് പറഞ്ഞാലും മതവിരുദ്ധമാണ്, വർഗീയത എന്ന് പറഞ്ഞാലും മതവിരുദ്ധമാണ്. ഇത് നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? യഥാർത്ഥ മതവിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതിന് സാധിച്ചു കഴിഞ്ഞാൽ ഈ ഫാസിസ്റ്റുകൾക്കൊന്നും അധികകാലം ഇവിടെ നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതിന് നമ്മൾ ആദ്യം മതമൂല്യങ്ങളെ പറ്റിയിട്ടുള്ള വിവരം വേണം. ചരിത്രത്തെ, ഈ സാമ്രാജ്യത്വം നശിപ്പിച്ച് വെടക്കാക്കിയിട്ടുള്ള ചരിത്രത്തെ ശരിയായി വായിക്കാൻ വേണം. അതിന് കേരളത്തിലിപ്പോൾ നല്ല വാചകമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ കേരളത്തിൻ്റെ ആ മണ്ണും, മതേതരമായ മണ്ണും മനസ്സും. സൈനുദ്ദീൻ മക്തൂനെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. ഞാൻ പൊന്നാനിക്കാരനാണ്, അതുകൊണ്ട് സൈനുദ്ദീൻ മക്തൂം കുഞ്ഞാലി മരക്കാരനെ കൊച്ചിയിൽ കൊണ്ടിട്ട് പടയാളിയാക്കിയത് മാറ്റിയത് സൈനുദ്ദീൻ മക്തൂമാണ്. പിന്നെ ഇവിടെ പോർച്ചുഗീസുകാരുടെ കപ്പലിറങ്ങിയപ്പോൾ സൈനുദ്ദീൻ മക്തൂം ഒന്നാമൻ പറഞ്ഞു, കുട്ടികളെ പിശാചുക്കൾ വന്നിട്ടുണ്ട്, സൂക്ഷിച്ചുകൊള്ളുക. അതൊരു ദിവ്യശക്തിക്കുള്ള ആളായിരുന്നു. ഇപ്പോൾ തന്നെ പോയി കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ആ സാമൂതിരിയും സൈനുദ്ദീൻ മക്തൂം. പൊന്നാനി സാമൂതിരിയുടെ 2ാം തലസ്ഥാനമാണ്, കോഴിക്കോട് 1ാം തലസ്ഥാനമാണെങ്കിൽ. ഇങ്ങനെയുള്ളൊരു സുവർണമായിട്ടുള്ളൊരു പാരമ്പര്യത്തിൻ്റെ ഒരു കാര്യം നമുക്കുണ്ട്. അപ്പോൾ ഹൈന്ദവതയും ഇസ്ലാമും തമ്മിൽ ഐഡിയോളജിക്കലി യാതൊരു ഇതുമില്ലാതെ ഒരുപാട് സാമ്യങ്ങളുള്ള മതമാണെന്ന് കൂടി മനസ്സിലാക്കണം. ഇവിടെ പല ആൾക്കാരും പിന്നെ ബുദ്ധനെ അടക്കം പിന്നെ ഹൈന്ദവതയുടെ ഒരു ആളാക്കി മാറ്റിയിട്ടുണ്ട്. ശരിക്ക് അതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം എന്താ, ചാർവാകന്മാരെ അംഗീകരിച്ച ആളായിരുന്നു രാമൻ. പക്ഷേ സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. കുമാരനാശൻ പറഞ്ഞ എന്താ വെച്ചാൽ, ശ്രീനാരായണ ധർമ്മപ്രകാരം ബുദ്ധമതം അംഗീകരിക്കാവുന്നതല്ല. കാരണം അത് നാസ്തികമാണ്. വെട്ടിത്തുറന്ന് പറഞ്ഞതാ. അപ്പോൾ നാസ്തിക മതമാണ് ബുദ്ധമതം. ആ ബുദ്ധനെ കൂടി നമ്മൾ പൊറുപ്പിച്ചതാണ്. ബുദ്ധനോടൊരു ഉണ്ടായിട്ടില്ല, പക്ഷേ ബുദ്ധന് ഒരു നാസ്തികതര പ്രശ്നമുണ്ടായിരുന്നു ബുദ്ധന്. അത് നമ്മൾ കാര്യങ്ങൾ പറയാം. അതാണ് കുമാരനാശാനാണ് പറഞ്ഞത്. ശ്രീനാരായണ ഭരണപ്രകാരം നമുക്ക് ബുദ്ധമതം സ്വീകാര്യമല്ല, കാരണം അത് നാസ്തികമാണ്, തള്ളിപ്പറഞ്ഞതാ. ആ ബുദ്ധനെയും കൂടി ശ്രീനാരായണ ഗുരുവൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഹൈന്ദവതയും ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ തരത്തിലുള്ള പ്ലെയിനിലാണ് നിൽക്കുന്നത്, വിശ്വാസത്തിൻ്റെ തിയോളജിക്കൽ കോൺസെപ്റ്റിലും. പക്ഷെ ഇവരെ തമ്മിൽ അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് നാം മനസ്സിലാക്കണം. അപ്പം ഇതിനെതിരായിട്ടുള്ളൊരു ജാഗ്രത നമുക്കുണ്ടാക്കാൻ പറ്റണം. ഇവരോട് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്കറിയില്ല, നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമാണുള്ളത്, നിങ്ങളൊന്ന് നേരെയാവിൻ എന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. നമ്മൾക്ക് ദൈവാധീനമുണ്ടാകും. നന്ദി, നമസ്കാരം.